ജർമ്മൻ ഇസ്രായേൽ പ്രതിനിധികൾ പയ്യോളി അമൃതഭാരതി സ്കൂൾ സന്ദർശിച്ചു. ഭാരതീയ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാനികേതൻ സ്കൂളിലെ പാഠ്യപദ്ധതിയെപ്പറ്റി പഠിക്കാനാണിവർ കേരളത്തിലെത്തിയത്. ലോകം ഒരു കുടുംബം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഭാരതീയ മൂല്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനെന്നവർ പറഞ്ഞു. ജർമ്മൻകാരി കാജ ഇസബൽ, ഇസ്രയേലിൽ നിന്നുള്ള അലൻഡോർ, ഋഷികേശിൽ നിന്നുള്ള യാഷ്മൈനി എന്നിവർ കുട്ടികളുമായി ആശയവിനിമയം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ലീന എം പ്രതിസന്ധി സംഘത്തെ സ്വാഗതം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് ദിനേശൻ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ രമേശൻ അതിഥികളെ പരിചയപ്പെടുത്തി. സ്കൂൾ നവീകരണ കമ്മിറ്റി ചെയർമാൻ AK ബൈജു പദ്ധതി വിശദീകരിച്ചു. 8 വർഷം 7 വർഷം മുമ്പ് പുട്ടപർത്തി പോയത് സായിബാബയുടെ പോയപ്പോ ഒരു കാഷായ വസ്ത്രധാരിയായ ഒരു ഹിമാലയൻ സ്വാമി ഒരു മുണ്ടം മാത്രം എടുത്തിട്ടുള്ള ആർമുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ശ്രദ്ധിച്ച് ഇവിടെ നോക്കുമ്പോൾ ഒരു വിദേശി പരിചയപ്പെട്ടു. രാവിലെ ഉച്ചയായി, ചായ കഴിച്ചു, വൈകുന്നേരമായി. അപ്പൊ സ്വാമി പറഞ്ഞു, യു ടേക്ക് ഇൻ ടു കേരള. കമന്റാണ്. ഞാനറിയില്ല എന്തിന്റെ എനിക്കറിയില്ല. അത് തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇരുമ്പല്ലേ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും ഫ്രണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സുഹൃത്ത് എല്ലാമായ ഇസ്രായേൽ കേട്ടിരുന്നോ? ഇസ്രായേലിന്റെ രാജ്യത്താണ് വരുന്നത്. രക്ഷാധികാരി താരേമൽ സത്യൻ, TC റിനീഷ്, ശ്രീജേഷ് കളരിപ്പടി, ബാബു മുല്ലക്കുളം, സജിത് K എന്നിവർ സംസാരിച്ചു.